ഒരു വീട്ടിൽ നിന്ന് ഒരു പാർട്ടിയിൽ എത്ര പേർക്ക് മത്സരിക്കാം എന്നത് സംബന്ധിച്ച് ഭരണഘടനയിൽ പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല, നിയന്ത്രണവുമില്ല. ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം ആളുകൾ മത്സരിക്കരുത് എന്ന് ഇന്ത്യൻ ഭരണഘടനയിലോ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിലോ വേറെ ഏതെങ്കിലും നിയമത്തിലോ എന്തെങ്കിലും നിയന്ത്രണമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇല്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഭരണഘടനയിലും ഇല്ല, ജനപ്രാതിനിധ്യ നിയമത്തിലും ഇല്ല. ഒരു വീട്ടിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും മത്സരിക്കാം, അച്ഛനും മകനും മത്സരിക്കാം, മകൾക്കും മകനും മത്സരിക്കാം, മകൾക്കും മകനും മകൻ്റെ ഭാര്യയ്ക്കും മത്സരിക്കാം, മകളുടെ ഭർത്താവിനും മത്സരിക്കാം, ആർക്ക് വേണമെങ്കിൽ മത്സരിക്കാം. ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കൂ എന്ന് മാത്രം. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. BJP നേതാവായിരുന്ന വസുന്ധര രാജ സിന്ധ്യയുടെ മക്കൾ 3 മക്കൾ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഒരു മകൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്നു, മറ്റേ മകൾ മധ്യപ്രദേശിൽ നിന്ന് ലോക്സഭാംഗമായിരുന്നു, മറ്റൊരു മകൻ കോൺഗ്രസിൻ്റെ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ ഇതിനൊന്നും യാതൊരു തടസ്സമില്ല, യാതൊരു നിയന്ത്രണമില്ല. ഇനി നെഹ്റു കുടുംബത്തിൽ തന്നെ നോക്കിയാൽ മതി. ഇന്ദിരാഗാന്ധി, അവരുടെ മകൻ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി പാർലമെൻറ്റ് അംഗമാണ്, മകൻ രാഹുൽ ഗാന്ധി ലോക്സഭാംഗമാണ്, മകൾ പ്രിയങ്ക ഗാന്ധി ലോക്സഭാംഗമാണ്. യാതൊരു തടസ്സമില്ല, യാതൊരു നിയന്ത്രണമില്ല, യാതൊരു തരത്തിലുള്ള വിലക്കുമില്ല. പാർട്ടി ഭരണഘടന അനുസരിച്ചും യാതൊരു വിലക്കുമില്ല. അതുകൊണ്ടാണ് സോണിയാഗാന്ധി 2 മക്കളും ഒരേ സമയത്ത് പാർലമെൻറ്റ് അംഗങ്ങളായിട്ടിരിക്കുന്നത്. ഇനി സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി, മക്കൾ 2 പേരും മറ്റേ കേന്ദ്രമന്ത്രിമാരും ആണെങ്കിലും ആരും തടസ്സം പറയുകയില്ല. കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പല അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്, നമ്മളെപ്പോലുള്ളവർക്കുള്ള അധികാരവും അവകാശവുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്. ശ്രീ കെ കരുണാകരൻ രാജ്യസഭാംഗമായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കെ മുരളീധരൻ കേരളത്തിൽ മന്ത്രിയായത്. അതേ സമയത്ത് തന്നെയാണല്ലോ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയ്ക്കും മകൾ പത്മജ വേണുഗോപാൽ മുകുന്ദപുരത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് അവർ 2 പേരും തോറ്റുപോയി, അത് വേറെ കാര്യം. പിന്നീട് ഇവർ 2 പേരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഒരുമിച്ച് മത്സരിച്ചാണ്. മുരളി നേമത്ത് മത്സരിച്ചു, പത്മജ തൃശ്ശൂർ മത്സരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും തടസ്സം പറഞ്ഞു? ഒരു കുഴപ്പമുണ്ടായില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. ഒരു തടസ്സവുമില്ല. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ മാത്രം മകൻ മത്സരിക്കുമ്പോൾ മകൾ മത്സരിക്കരുത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അങ്ങനെ ആരും പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ശരിയല്ല, അത് തെറ്റാണ്. സാക്ഷാൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. എന്ത്? മത്സരിക്കാനല്ല, മത്സരിക്കാതിരിക്കാൻ. ഇവിടെ പുതുപ്പള്ളി ചാണ്ടി ഉമ്മന് കുടുംബസ്വത്തായിട്ട് കിട്ടിയതാണ്, തറവാട്ട് സുഹൃതം കൊണ്ട് കിട്ടി. മകൾ മറിയ ഉമ്മന് ചെങ്ങന്നൂർ മത്സരിക്കുന്നതിന് വല്ല തടസ്സമുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് താല്പര്യമാണെങ്കിൽ ഹൈക്കമാൻഡ് സീറ്റ് അനുവദിക്കുമെങ്കിൽ മറിയയ്ക്ക് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാം, യാതൊരു തടസ്സവുമില്ല, യാതൊരു പരാധീനതയുമില്ല, ആരും എതിര് പറയില്ലെന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സാറിനോട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ പുതുപ്പള്ളിയിലുള്ള പോലെ തന്നെ ചെങ്ങന്നൂരുമുണ്ട്. മാത്രമല്ല നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ കൂടി ജനങ്ങൾ മടുത്ത് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ സുമുഖിയായ സുന്ദരിയായ സർവോപരി ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളായ മറിയ ഉമ്മ മത്സരിക്കുന്നതിന് എന്തെങ്കിലും എതിര് പറയൂ? പക്ഷേ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് ഇത് മനസ്സിലാവുന്നില്ല. പുള്ളി പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ സിദ്ധാന്തത്തിനെതിരാണ് ഒരേ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് 2 പേര് മത്സരിക്കുന്നത് എന്നാണ്. അവിടെയുണ്ടൊരു വലിയ തെറ്റ്. എന്നറിയുമോ? ഈ മറിയ ഉമ്മനെ കല്യാണം കഴിപ്പിച്ച് വിട്ടാണ്. അവരുടെ ഭർത്താവ്, ഞാൻ മനസ്സിലാക്കിയ ശരിയാണ്, ഈ കുന്നംകുളത്തുകാരനായ നല്ല കുടുംബക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ 2020 സ്ഥാനാർത്ഥിയായിട്ട് കൊടുങ്ങല്ലൂർ നിന്ന് നിയമസഭയ്ക്ക് മത്സരിക്കുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ന്യൂനത കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരം തന്നെ കല്യാണം കഴിച്ച പെണ്ണിന് പിന്നെ സ്വന്തം വീട്ടിലാണോ അതോ ഭർത്താവിൻ്റെ വീട്ടിലാണോ സ്ഥാനം? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകളാണെങ്കിൽ പോലും മറിയ ഉമ്മൻ ഭർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാണ്, അല്ലാതെ സ്വന്തം കുടുംബത്തിലെ അംഗമല്ല. ആ കാരണം കൊണ്ട് തന്നെ അവിടെ മത്സരിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഈ ചാണ്ടി ഉമ്മൻ്റെ പിടിവാശി കാരണം ഇവരുടെ ഹൃദയായ മറിയ ഉമ്മൻ മത്സരംഗത്ത് പിന്മാറി എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിന് പ്രഗത്ഭയായ പ്രസിദ്ധയായ കാര്യകാരണ വിവേചന ബുദ്ധിയുള്ള ഒരാളെ നഷ്ടപ്പെടുകയാണ് നിയമസഭയ്ക്ക് എന്ന് കരുതി മറിയ ഉമ്മനെ ഏത് കാലത്തും മാറ്റി നിർത്താമെന്ന് ചാണ്ടി ഉമ്മനും വിചാരിക്കേണ്ട, കോൺഗ്രസ്സിലെ കൈകാര്യകർത്താക്കളും വിചാരിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ പത്മജ വേണുഗോപാലിനെ പോലെ തന്നെ മറിയ ഉമ്മനും BJP ചേരാൻ പഠിക്കുകയില്ല.
കെ ആൻ്റണിയുടെ മകന് BJP പോകാമെങ്കിൽ ലീഡർ കെ കരുണാകരൻ്റെ മകൾക്ക് BJPയിൽ ചേരാമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു മകൾക്കും BJPയിൽ ചേരാൻ യാതൊരു തടസ്സവുമില്ല. എന്തിന് BJP ചേർന്ന് താല്പര്യമുണ്ടെങ്കിൽ CPMൽ തന്നെ ചേർക്കും. CPMകാർ സഹർഷം സ്വാഗതം ചെയ്യും. ഉമ്മൻചാണ്ടിയുടെ മകൾ നേരിൻ്റെ പാതയിൽ CPMന് പോയി തിരിക്കുന്നു എന്ന് പറയുകയും ഇവർക്ക് ഒരു ഷുവർ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വഴിവെച്ച് വെറുതെ വഷളാകേണ്ട വല്ല കാര്യവും ഈ ചാണ്ടി ഉമ്മനുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ജയ് ഹിന്ദ്.